സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ശരിക്കും എന്താ ഈ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. ഈ ലോകത്ത് എല്ലാവർക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ലെവൽ ഓഫ് സ്ട്രെസ് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. എന്നാലേ നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാനും ഒരു കാര്യം നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ബേസിക് ലെവൽ ഓഫ് ഒരു പുഷാണ് ബേസിക്കലി സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ സ്ട്രെസ് നമ്മൾ ഓവർകം ചെയ്യുമ്പോൾ അത് സ്ട്രെസ് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് അത് ഹാംഫുൾ ആവുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫൈൻ ബാലൻസ് നമ്മൾ കൊണ്ടുപോകാൻ പഠിക്കണം. നമ്മളെപ്പോഴും ഒരിക്കലും സ്ട്രെസ് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. സ്ട്രെസ് ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. സ്ട്രെസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആങ്സൈറ്റി കൂടുന്തോറും സ്ട്രെസ് കൂടും. ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ് കൂടും. ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിച്ചില്ലെങ്കിൽ സ്ട്രെസ് കൂടും. കറക്റ്റ് ടൈമിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ സ്ട്രെസ് കൂടും. ജോലി നമ്മൾ ആവശ്യത്തിലും കൂടുതൽ ജോലി ചെയ്താൽ സ്ട്രെസ് കൂടും. നമുക്ക് പറ്റുന്നതിലും കഴിവിൻ്റെ അപ്പുറത്തുള്ള ടാർഗറ്റുകൾ നമുക്ക് തന്നാൽ നമ്മുടെ സ്ട്രെസ് കൂടും. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ചില ആൾക്കാർ ഭയങ്കര കഴിവുണ്ട്, ഇഷ്ടംപോലെ അവർക്ക് എത്ര ജോലി ചെയ്താലും അവർ എൻജോയ് ചെയ്താൽ ചെയ്യുന്നത്. അവർക്ക് സ്ട്രെസ് വരത്തില്ല. അധികം സ്ട്രെസ് ഒരു പരിധിക്കുള്ളിൽ വരത്തില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ എൻഫോഴ്സ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സ്ട്രെസ് വരും.